ഹായ് ഓൾ, എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ മുൻ വർഷങ്ങളിൽ ഈ എക്സാം ക്രാക്ക് ചെയ്ത ഒരു വ്യക്തിയുടെ അഡ്വൈസുകൾ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസുകൾ എല്ലാം വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ഈ മീറ്റിലുള്ളത് കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയിൽ കൊല്ലം ജില്ലയിൽ നിന്നും 7ാം റാങ്ക് കരസ്ഥമാക്കിയ അനൂപ് സാറാണ്. അനൂപ് സാർ, വെൽക്കം ടു അവർ സെഷൻ. സാർ, അപ്പോ നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് സാറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. തീർച്ചയായിട്ടും. എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ പുനലൂരാണ്. പേര് അനൂപ് എന്നാണ് എൻ്റെ പേര്. പിന്നെ ഞാൻ എൻ്റെ ഒരു ലാസ്റ്റ് PSC അറ്റംപ്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് PSC ഒന്നും അങ്ങനെ എഴുതിയിട്ടില്ല. 40ാമത്തെ വയസ്സിൽ ഞാൻ അവസാനം എന്താ പറയുന്നത്, ഇനി അങ്ങോട്ട് ഒരു 10, 18, 19 വർഷം ഒരു എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ അധ്യാപകനായിട്ടൊക്കെ വർക്ക് ചെയ്ത് അവസാനം എനിക്ക് തോന്നി ഇത് ശരിയാവത്തില്ലെന്ന് തോന്നി. അങ്ങനെ ഒരു PSC ടെസ്റ്റ് എഴുതണമെന്ന് തോന്നി. ജോലിയൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെ ഒരു ഡു ഓർ ഡൈ എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതി കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ പരീക്ഷ എഴുതി. ആ പരീക്ഷ എഴുതിയെടുക്കാൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് സാധിച്ച് അങ്ങനെ വന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഞാനിവിടെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ. നമ്മുടെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്നാണ് പറയുന്നത്. അതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ആണ് ഞാൻ. അതിന്റെ വ്യത്യാസം എന്തോന്ന് ഞാൻ പിന്നീട് അങ്ങോട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിന്റെ വ്യത്യാസം ഞാൻ പറയാം. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ആയിട്ട് ഇപ്പൊ ഏകദേശം 2 വർഷം ആവാറായി. ഈ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് കയറിയതാണ്. അപ്പൊ ഈ കഴിഞ്ഞ ലിസ്റ്റ് തൊട്ട് സിലബസിനും കാര്യങ്ങൾക്കൊക്കെ കുറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വഴിയെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ സാർ, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് ആയിരിക്കും, എന്താണ് ജോബ് റോൾസ്, എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഡൗട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവാം. അപ്പോ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? പിന്നെ തീർച്ചയായിട്ടും. അതായത് ഞാനും ഈ പരീക്ഷ എഴുതി ജോലി കയറുന്നതും വരെ എനിക്ക് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. ഞാൻ കരുതിയിരുന്നത് നമ്മൾ അവിടെ ചെന്നിരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്തൊക്കെയോ മീഡിയൻ മോഡ് അതൊക്കെ അങ്ങനെയൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ വലിയ ഗവേഷണങ്ങൾ നടത്തുന്ന ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ധാരണ. പക്ഷെ ജോലിയിൽ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ അതിലൊക്കെ മേലെയുള്ള സംഭവങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചുമ്മാ ഒരിടത്ത് കുത്തിയിരുന്ന് എന്തെങ്കിലും കണക്ക് കൂട്ടുകയോ ഒന്നും അല്ല ചെയ്യുന്നത്. നമ്മളുടെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാറ്റിസ്റ്റിക്കൽ, അത് നമ്മളൊന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഈ ജോലിയുടെ ഇതിനകത്തോട്ട് വരാം. ഒന്നെന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 1, ഗ്രേഡ് 2 ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഉണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ഈ ടെസ്റ്റ് എഴുതി നമ്മൾ ജോലി കയറുന്ന ആൾക്കാർ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നത് പിന്നെ ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. അവരെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്നത്. പക്ഷെ ഫീൽഡിൽ പോയി ജോലി ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്ന് പറയുന്നത്. അപ്പൊ ഈ വ്യത്യാസം മനസ്സിലായി. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറഞ്ഞാൽ അത് ഓഫീസ് ജോലിയായിരിക്കും അവർക്ക്. അവർ ഓഫീസിലുള്ള കാര്യങ്ങളും പിന്നെ ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ ചെയ്യുന്ന പോലുള്ള ജോലി ഓഫീസിൽ ഇരുന്ന് ചെയ്യുന്ന ജോലികൾ മാത്രമേ ഉള്ളൂ. അവർക്ക് ഫീൽഡിൽ പോകേണ്ട കാര്യമില്ല. അതെന്താ വ്യത്യാസം എന്ന് ഞാൻ പറയാം. നമ്മുടെ ഈ ജോലിയിൽ കയറുന്ന ആൾക്കാർ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല ജോലി ചെയ്യുന്നത്. വേറെ 40-ൽ കൂടുതൽ 42ഓളം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 42ഓളം ലൈൻ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞാൽ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ ഫോറസ്റ്റ്, ഹെൽത്ത്, ഇവിടെ എല്ലാം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എല്ലായിടത്തും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഉണ്ട്. അവരുടെ എല്ലാം ഇപ്പം ഒരു ഉദാഹരണം പറയുമ്പോൾ പഞ്ചായത്തിലുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഉണ്ട്, പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിലുണ്ട്. അവരുടെയൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ ബർത്ത് ആൻഡ് ഡെത്ത് കണക്കുകൾ എടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഡേറ്റയുടെ ഒരു പ്രൊവൈഡറാണ് നമ്മൾ. അപ്പം അങ്ങനെയുള്ള ഫോറസ്റ്റിൽ ചെല്ലുമ്പോൾ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റകളെല്ലാം കളക്ട് ചെയ്ത് സൂക്ഷിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, അവിടുത്തെ ആള്. അങ്ങനെ ഈ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആളെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്നത്. നേരെ മറിച്ച് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ തന്നെ ഇൻവെസ്റ്റിഗേറ്റർ പോസ്റ്റ് എന്ന് വെച്ചാൽ അവർ ഫീൽഡിലായിരിക്കും. അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഓഫീസിൽ ചെന്നാൽ മതി. ഒരു ദിവസമാണ് ഓഫീസ് ഡ്യൂട്ടി ഉള്ളത്, ബാക്കി എല്ലാ ദിവസവും നമ്മൾ ഫീൽഡിലായിരിക്കും. എന്താ ഫീൽഡിൽ പോയി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്ന് പറയുന്നതിനകത്ത് പല പല സ്കീമുകളുണ്ട്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമാണ് EARAS, അതായത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ആൻ ഏജൻസി ഫോർ റിപ്പോർട്ടിംഗ്
അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇതിന്റെ കീഴിലാണ് ഒരു 90% സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 ആയിട്ടുള്ള ആൾക്കാർ ജോലി ചെയ്യുന്നത്. ഗ്രേഡ് 2, ഗ്രേഡ് 1 ഒക്കെ ഉള്ള ജോലി ചെയ്യുന്നത്. പിന്നെ അല്ലാതെ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിന്റെ കീഴിലും അതും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2, ഗ്രേഡ് 1 ആ പോസ്റ്റിൽ ഇങ്ങനെ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞു, EARIS എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. പിന്നെ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ ഉണ്ട്. പിന്നെ പ്രൈസ് ഉണ്ട്. പ്രൈസ് അതൊക്കെ എന്തോന്ന് ഞാൻ പറയാം. അതുപോലെ കുറേ സ്കീമുകളുണ്ട്. ഈ EARIS എന്ന് പറയുന്നത് ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്പോൺസേർഡ് സ്കീമാണ്. അതിന്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെന്റ് നിന്നാണ് വരുന്നത്. നമ്മുടെ സാലറി ഒക്കെ അതിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അത് സംസ്ഥാന ഗവൺമെന്റിന്റെയും കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട്. അപ്പം ഈ ഇത്തരം ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ് ഫീൽഡിൽ പോകുന്നത്. അപ്പൊ ഫീൽഡിൽ പോയിട്ട് എന്താ ചെയ്യുന്നത്? ആ EARIS എന്ന് പറയുന്നതിന്റെ കാര്യം ഞാൻ പറയാം. അതിനകത്ത് തന്നെ ആ ഹെഡിങ്ങിൽ തന്നെ ഉണ്ട്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ആൻ ഏജൻസി ഫോർ റിപ്പോർട്ടിംഗ് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിനകത്തുണ്ട് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് ചെയ്യുക. എന്തിനാ അത് റിപ്പോർട്ട് ചെയ്യുന്നത്? നമ്മുടെ രാവിലെ ഓരോ വർഷവും നമ്മുടെ കേരളത്തിലോട്ട് നമ്മൾ നെല്ലും മറ്റ് അവശ്യ സാധനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വാങ്ങിക്കും, പൈസ കൊടുത്ത് വാങ്ങിക്കും. അപ്പൊ എത്രത്തോളം വാങ്ങിക്കണം, ഇവിടെ ഇപ്പൊ എത്ര ഉണ്ട് എന്നറിഞ്ഞാലല്ലേ എത്രത്തോളം വാങ്ങിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ വാങ്ങിക്കുന്നത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവിടെ അരിയുടെ ക്ഷാമം നേരിടും. വാങ്ങിക്കുന്നത് കൂടി പോയി കഴിഞ്ഞാൽ അരി ഇവിടെ ഇരുന്ന് നാശമായി പോകും. അപ്പം ഏകദേശം കൃത്യമായ ഒരു കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഒരു കൃത്യമായ കണക്ക് നമുക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല. ഏകദേശം ഇത്രയും വേണം, അങ്ങനെ സർക്കാരിന് തീരുമാനിക്കണം. അതിന് EARIS, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ആവശ്യം. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ ബാക്കി സാധനങ്ങൾ നമുക്ക് പുറത്തുനിന്നെടുക്കേണ്ടി ആവശ്യമുള്ളൂ. അപ്പൊ അതിന്റെ ഒരു പ്രധാന ഉറവിടം ഇതാണ്. 2, നാഷണൽ ഇൻകം കാൽക്കുലേഷനകത്ത് 3 സെക്ടർ ഉണ്ട്. ഏതൊക്കെയായിരുന്നു? അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ. ഈ അഗ്രികൾച്ചറൽ സെക്ടറിന്റെ ഔട്ട്പുട്ട് പണപരമായിട്ട് കാൽക്കുലേറ്റ് ചെയ്താലല്ലേ നമുക്ക് അതിന്റെ ഒരു വാല്യൂ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നാഷണൽ ഇൻകത്തിനകത്ത് ചേർക്കാൻ. അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ? അപ്പം നമുക്കിപ്പോ ഒരു പഞ്ചായത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പഞ്ചായത്തിൽ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആയിട്ട് എന്തൊക്കെ വരുന്നുണ്ട്? സപ്പോസ് ഒരാളുടെ പുരയിടത്തിൽ ഒരു മരച്ചീനി അയാൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് രാജ്യത്തിന്റെ സമ്പത്തല്ലേ, രാജ്യത്തിന്റെ ഉൽപ്പന്നമല്ലേ. അയാളത് വേറെ ആർക്കും കൊടുക്കുന്നില്ല, അയാൾ സ്വയം ഭക്ഷിക്കുക. എങ്കിലും അയാളത് ഭക്ഷിച്ചല്ലോ. നമ്മുടെ ഭാരതത്തിലുള്ള ഒരു ജനതയിലുള്ള ഒരാൾ അത് ഭക്ഷിച്ചല്ലോ. അപ്പൊ അത് രാജ്യത്തിന്റെ പ്രോഡക്റ്റാണ്. ഒരു മുളക് ചെടി അവിടെ ഉണ്ട്, അതിനകത്തുള്ള മുളക് അയാൾ പറിച്ച് തിന്ന്. അപ്പൊ അത് നമ്മൾ കൺസ്യൂം ചെയ്തില്ലേ? കൺസ്യൂം ചെയ്യുന്ന എല്ലാ രാജ്യത്തിന്റെ പ്രോഡക്റ്റ് ആണ്. അതിനെല്ലാം പണപരമായ ഒരു വിലയുണ്ട്. ഒരു വെറുതെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് അത് പച്ചില വളമായിട്ട് അത് മാറും ഒരു സമയത്ത്. അല്ലെങ്കിൽ പശുക്കൾ തിന്നും, പുല്ല് കിളിച്ചുന്ന പശുക്കൾ തിന്നും. ഇതിനെല്ലാം ഒരു വാല്യൂ ഉണ്ട്. പശു ഒരു നേരം പശു തിന്ന് അതിന്റെ വിശപ്പ് അടക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാശ് കൊടുത്ത് മേടിക്കാതെ അയാൾ ആ പശു തിന്ന് അതിനൊരു വാല്യൂ ഉണ്ട്, ഒരു മണി വാല്യൂ ഉണ്ട്. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എവിടെ ഉപയോഗിക്കും? നാഷണൽ ഇൻകം കാൽക്കുലേഷനകത്തും സ്റ്റേറ്റ് ഇൻകം കാൽക്കുലേഷനകത്തും ഈ സാധനം നമ്മൾ ഉപയോഗിക്കും. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന മറ്റൊരു ജോലിയാണ്, രാവിലെ റേഡിയോക്കകത്ത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഈ കമ്പോള നിലവാരം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ റേഡിയോയിൽ ഒരു കമ്പോള നിലവാര ബുള്ളറ്റിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം വരും. ഇത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർമാർ കൊടുക്കുന്ന ഡേറ്റ വെച്ചിട്ടാണ് ഓരോ ദിവസവും അത് പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ജോലികളിൽ ഒന്നാണ് ഈ ഓരോ ദിവസവും കൂലി. അതായത് എന്താ പറയുന്നത്, കമ്പോളത്തിലെ ചന്തയിലൊക്കെ അല്ലെങ്കിൽ ലോഡിംഗ് തൊഴിലാളികളുടെ അല്ലെങ്കിൽ കൂലി വേലക്കാരുടെ കൂലി ഓരോ ദിവസവും നിശ്ചയിക്കപ്പെടുന്നത് നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ടിന്റെയും സാധനങ്ങളുടെ വിലയും കമ്പോളത്തിലുള്ള ഒരു അവസ്ഥയും വെച്ചിട്ട് ഓരോ ദിവസവും തീരുമാനിക്കപ്പെടുന്നത്. പിന്നെ നമ്മുടെ മാർക്കറ്റിൽ ഒരു ദിവസം ഉള്ളിക്ക് ഇപ്പം 50 രൂപയാണെങ്കിൽ പിറ്റേ ദിവസം 51 രൂപ ആയാൽ സർക്കാർ അറിയണ്ടേ ഇത് 51 രൂപ ആയിട്ടുണ്ടെന്ന്? മാർക്കറ്റാണ് ഇത് തീരുമാനിക്കുന്നത്. അല്ലാതെ സർക്കാർ തീരുമാനിച്ചിട്ട് മാർക്കറ്റിൽ ഇന്ന് വല്ല 51 രൂപയ്ക്ക് വിറ്റോന്ന് പറയുകയല്ലേ ഇന്ന്. മാർക്കറ്റിലാണ് വില കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് സർക്കാരിന് റിപ്പോർട്ട് വേണം. അപ്പൊ ഇത് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ നേരത്തെ പറഞ്ഞ EARIS, കോസ്റ്റ്, അടുത്തത് ഞാൻ പറഞ്ഞു പ്രൈസ്. അപ്പൊ പ്രൈസ് ചെയ്യുന്നത് നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റർമാരാണ്. അവർ ഫീൽഡിൽ പോയി ഇതുപോലെ നമ്മൾ റാൻഡമായിട്ട് സെലക്ടഡ് ആയിട്ടുള്ള കടകളും ഹോൾസെയിൽ മാർക്കറ്റുകളും എല്ലാം ഉണ്ട്. അവിടെ പോയി ആഴ്ചയിൽ എടുക്കുന്ന പ്രൈസ് ഉണ്ട്, ദിവസവും എടുക്കുന്ന പ്രൈസ് ഉണ്ട്. അങ്ങനെ അത് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇവരെല്ലാം ഈ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലായിരിക്കും നമ്മൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററായിട്ട് ജോലി കിട്ടുന്ന ഒരാൾ ജോലി ചെയ്യാനായിട്ട് പോകുന്നത്. കൂടുതൽ ആൾക്കാരും പോകുന്നത് EARIS എന്ന് പറയുന്ന ഇതിനകത്തോട്ടായിരിക്കും.
അതപ്പം മനസ്സിലായല്ലോ. പിന്നെ നമുക്ക് ഫീൽഡാണ്. നമുക്ക് ഫീൽഡിൽ ചെല്ലുമ്പം നമ്മൾ ഇപ്പം ഒരു പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ ആ ഒരു പഞ്ചായത്തിനകത്ത് നമ്മൾ 100 ക്ലസ്റ്ററുകളുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ വീടിരിക്കുന്ന സ്ഥലം, എനിക്ക് 5 സെന്റ് സ്ഥലമുണ്ട്. അതിന്റെ സർവേ നമ്പർ 510/2 ആണെങ്കിൽ ആ 510/2 കീ നടുക്കുള്ള കീ ആയിട്ട് വെച്ചുകൊണ്ട് അതിന് ചുറ്റുമുള്ള ഒരു 10 ഏക്കർ സ്ഥലം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അവിടെ നമ്മൾ ചിലപ്പോൾ ചെല്ലുമ്പോൾ ആ കർഷകരെ കാണത്തോ ഒന്നുമില്ല. നമ്മൾ അതുവഴി പോയി. അതുകൊണ്ടാണ് നമ്മുടെ വീടിന്റെ അടുത്തൊന്നും ഇങ്ങനെ ഒരു സ്റ്റാറ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ വന്നിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാത്തതിന്റെ കാരണം നമ്മൾ ആരും അവരെ കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അവർ അതുവഴിയെല്ലാം വന്നിട്ടുണ്ടാവും. ഞങ്ങളിപ്പോൾ പോകുന്നതാ, നമ്മൾ പോകുന്നിടത്ത് എല്ലായിടത്തും എല്ലാ വീട്ടിലും കയറി ചോദിക്കത്തൊന്നുമില്ല. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുന്നു, ആ സ്ഥലത്ത് എന്തൊക്കെ ഉണ്ടെന്ന് കണ്ട് മനസ്സിലാക്കി നമുക്ക് അതിനകത്ത് റിപ്പോർട്ട് ചെയ്ത് അതിന് പ്രത്യേകം ബുക്കുകളും ഫോർമാറ്റുകളും ഒക്കെ ഉണ്ട്. നമ്മൾ അതിനകത്ത് റിപ്പോർട്ട് ചെയ്ത് വിടും. ഫീൽഡാണ് നമ്മുടെ ജോലി പ്രധാനമായിട്ടും. ഓക്കെ, അപ്പൊ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് സാർ തന്നത്. അപ്പോ സാർ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത പോലെയല്ല, തീർച്ചയായിട്ടും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അപ്പൊ ഇതിനൊരു പാസ് മാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്പർ ഓഫ് എത്ര പേരാണ് അതിൽ അറ്റൻഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിക്കണം. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ വിജയം അത് നമുക്ക് പറയാൻ പറ്റുക. അല്ലാതെ ഒരിക്കലും ഒരു പ്രെഡിക്റ്റബിൾ അല്ല. അപ്പൊ സാധാരണ എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ തീർച്ചയായിട്ടും അപ്രോച്ച് ചെയ്യാനും പറ്റുകയില്ല. അപ്പോ സാർ എങ്ങനെയാണ് ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത്? സാറിന്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരുന്നു എന്നൊന്ന് പറയാമോ? ഓക്കെ, അപ്പൊ 2013 ഒരു എക്സാം ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു 2017 എന്താ മറ്റോ ആണെന്ന് തോന്നുന്നു സ്റ്റാറ്റിക്കൽ അസിസ്റ്റന്റ് എക്സാം ഉണ്ടായിരുന്നു. ഞാൻ എഴുതി ജോയിൻ ചെയ്ത എക്സാമിന്റെ തൊട്ട് മുന്നുള്ള എക്സാമിന്റെ കാര്യം ഞാൻ പറയുന്നത്. അതിനകത്തൊക്കെ ഉള്ള സിലബസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എഴുതി എക്സാമിൽ കയറി കഴിഞ്ഞ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് അന്വേഷിച്ച് ഞാൻ ജോയിൻ ചെയ്ത് അങ്ങനെ നടക്കുന്ന സമയത്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ എന്താ വേണമെന്ന് അന്വേഷിച്ച് ഞാൻ ചെന്നപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അറിയാമല്ലോ PSC ടെസ്റ്റിന്റെ ഒക്കെ പുസ്തകങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും കനമുള്ള വലിയ വലിയ പുസ്തകങ്ങൾ നമ്മൾ കണ്ടു തന്നെ പേടിച്ച് മയങ്ങി വീഴും. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ ഇങ്ങനെ ഈ സ്റ്റാറ്റിക്കൽ അസിസ്റ്റന്റ് പുസ്തകം ഉണ്ടെന്ന് വെച്ചപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വരും എന്ന് പറഞ്ഞു ഞാൻ ചെന്ന് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഞാൻ അതിശയിച്ചു പോയൊരു സംഭവം. അതാ ഞാൻ പറയുന്നത്. തന്നെ ഇതാണ് ആ പുസ്തകം, നോക്ക്, ഇത്രയേ ഉള്ളു സ്റ്റാറ്റിക്കൽ അസിസ്റ്റന്റ് ഒരു ഗൈഡാ, ഇത്രയേ ഉള്ളു സാധനം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്തുവാ സംഭവം, ഇത് ഇത്രയും പഠിച്ചാൽ മതിയായിരുന്നു. ഞാൻ എഴുതിയ പരീക്ഷയ്ക്ക് മുമ്പ് വരെയുള്ള എക്സാമ്പിൾക്ക് ഇത്രയും പഠിച്ചെഴുതിയാൽ 100% ജോലി കിട്ടുമായിരുന്നു. കാരണം അതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സും ഇച്ചിരി മാത്സും ഒക്കെ അറിയാവുന്ന ഒരാൾക്ക് നിസ്സാരമായിട്ട് അത് എഴുതിയെടുക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഒരു 3-4 വർഷത്തെ എടുത്ത് നോക്കിയാൽ വ്യത്യാസം ഒക്കെ മനസ്സിലാവും. പക്ഷേ ഞങ്ങൾ പഠിച്ച പരീക്ഷ ആയപ്പോഴത്തേക്കിന് അതിനകത്ത് എക്കണോമിക്സ് ഒരു പേപ്പറായി, കൊമേഴ്സ് ഒരു പേപ്പറായി, സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പേപ്പറായി, മാത്സ് ഒരു പേപ്പറായി, GK ഒരു പേപ്പറായി. ഇതിന് എല്ലാത്തിനും പ്രാധാന്യം വേണം. ഇത് അന്ന് 5 സപ്പോസ് ഇപ്പൊ 20 മാർക്ക് വെച്ചാ 20 മാർക്കിനകത്ത് നമുക്ക് ഈ GK അങ്ങ് കളഞ്ഞെന്ന് വിചാരിക്കും. ബാക്കി 80 മാർക്കുണ്ടല്ലോ. ഈ 80 മാർക്കും നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഉത്സാഹിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ജോലി കയറാൻ പറ്റത്തുള്ളൂ. ഷുവറാ. കാരണം ഞാൻ ചെയ്തത് അങ്ങനെ, എൻ്റെ ഒരു അനുഭവം ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഈ ബാക്കി 4 എന്തൊക്കെയാ? എക്കണോമിക്സ്, കൊമേഴ്സ്, മാത്സ്, സ്റ്റാറ്റ്. ഇത്ര നമ്മൾ പഠിച്ചുകൊണ്ട് പോയാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ മാത്സ് പഠിക്കുന്ന ഒരാൾക്ക് എക്കണോമിക്സും കൊമേഴ്സും ഒന്നും കണ്ടിട്ടും കേട്ടിട്ട് പോലും ഇല്ലാത്ത സാധനമായിരിക്കും. പക്ഷെ നമ്മൾ കൃത്യമായ ക്ലാസ്സിലൂടെ നമ്മളിത് കണ്ട് പഠിച്ച് പോയാൽ മാത്രമേ ജോലി കയറാൻ പറ്റത്തുള്ളൂ. കാരണം എല്ലാവർക്കും എന്തെങ്കിലും അറിയായിരിക്കും. കൊമേഴ്സ് പഠിക്കുന്ന ഒരാൾക്ക് കൊമേഴ്സ് നല്ലതായിട്ട് അറിയായിരിക്കും, എക്കണോമിക്സ് പഠിക്കുന്ന ഒരാൾക്ക് എക്കണോമിക്സ് നല്ലതായിട്ട് അറിയായിരിക്കും, സ്റ്റാറ്റ് പഠിക്കുന്നവർക്ക് സ്റ്റാറ്റ് അറിയായിരിക്കും, മാത്സും അത്യാവശ്യം അറിയായിരിക്കും, മാത്സ് അറിയാവുന്നവർക്ക് മാത്സും അറിയായിരിക്കും, സ്റ്റാറ്റും അത്യാവശ്യം അറിയായിരിക്കും. ഈ കൊമേഴ്സുകാരും എക്കണോമിക്സുകാരും ഇപ്പൊ MA എക്കണോമിക്സുകാരും പിന്നെ MCOMകാരും ഒക്കെ അത്യാവശ്യം മാത്സ് ഒക്കെ അവർ പഠിച്ചിട്ടുണ്ട്. അവർക്കും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നിസ്സാരമായിട്ട് ഇത് മാത്സ് ഒക്കെ പഠിച്ചെടുക്കാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ 4 ഗ്രൂപ്പുകാർക്കും ഈക്വലി എന്താ പറയുക സ്കോപ്പ് ഉള്ള ഒരു എക്സാം ആണ് ഇത്. ഓക്കെ, അപ്പം ഇനി എന്താണ് ഞാൻ പറഞ്ഞോണ്ട് വന്നത്, നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കാര്യം അല്ലേ. ഞാൻ ഇതിനകത്തോട് പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നേതാ, ആദ്യം ഞാൻ കണ്ടപ്പോൾ ഞാൻ ഇത്രേ കണ്ടു. അപ്പൊ ഇതെന്ന് പറഞ്ഞ് കൊള്ളാമല്ലോ. ഇത് നല്ലൊരു ബുക്കാണ് കേട്ടോ. ഇതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഈ പരീക്ഷയ്ക്ക് ആവശ്യമുള്ള അത്യാവശ്യം എല്ലാ കാര്യങ്ങളുടെയും ഷോർട്ടായിട്ട് ഫോർമുലാസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് വൃത്തിയായിട്ട് രേഖപ്പെടുത്തിയിട്ട് കുറേ ചോദ്യങ്ങളും ആൻസർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയൊരു ഗൈഡായിട്ട്, നമുക്ക് സ്റ്റാറ്റിന്റെ ഒരു ഗൈഡായിട്ട് യൂസ് ചെയ്യാം. വേറൊരു ബുക്കുണ്ട്, വേറൊരു അടിപൊളി ഒരു ബുക്കുണ്ട്, അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും. ഇതിനകത്ത് ഞാനത് പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഗുണത്തിൽ ഞാൻ പറയാം, അത് കണ്ടമാനം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് അതല്ലേ ആവശ്യം. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കൂടുതൽ കിട്ടിയാൽ അത്രയും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഓരോ ടോപ്പിക്കും എടുത്ത് അതിനകത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അത് ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ടെക്സ്റ്റ് ബുക്കാണ്. വലിയ നിസാര പൈസക്ക് ഓൺലൈനിൽ നമുക്ക് മേടിക്കാനൊക്കെ കിട്ടും.
അത് ഒരാളെങ്കിലും മേടിച്ച് പ്രാക്ടീസ് ചെയ്താൽ, ഒരു ഗ്രൂപ്പായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ അതിൽ ഒരാളെങ്കിലും മേടിച്ചിട്ട് ഷെയർ ചെയ്താലും മതി. അല്ലെങ്കിൽ പിന്നെ നിസ്സാരമായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന കാശുള്ളൂ. 250, 300 രൂപ, 500 രൂപ താഴെയുള്ളതിന്റെ വില. നമുക്ക് ആർക്ക് വേണേലും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. അത് വാങ്ങിച്ച് പ്രാക്ടീസ് ചെയ്താൽ സ്റ്റാർട്ട് ഓക്കെ ആവും. പിന്നെ മാത്സും എക്കണോമിക്സും ഒക്കെ നമ്മൾ ട്യൂഷൻ പോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊച്ചു സ്ഥാപനത്തിൽ എങ്ങനെ പോയോ പഠിച്ചേ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് പഠിച്ചെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ പഠിച്ചിട്ടില്ലാത്തൊരു സാധനം ആരുടെയെങ്കിലും സഹായത്തോടു കൂടിയല്ലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ പഠിക്കാനെന്ന് വിചാരിച്ച് ഞാൻ എങ്ങനെ വളരെ കൂളായിട്ട് സ്റ്റാറ്റ് മാത്രമൊക്കെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ എക്സാം അടുക്കുന്നിടം വരെ ഇരുന്ന്, നമ്മുടെ സിലബസ് വരുമ്പോഴാണല്ലോ നമ്മുടെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് അതിന്റെ കൺഫർമേഷൻ ഒക്കെ കൊടുക്കുന്നത് കഴിയുമ്പോഴേ സിലബസ് വരത്തുള്ളൂ. സിലബസ് വന്നപ്പോൾ ഞങ്ങൾ ആകെ ഞെട്ടി. നിമിഷ നേരം സമയം ഇനിയുള്ളു, സിലബസ് ആകെ വിഷയമായി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാലും വിടാൻ ഞങ്ങൾ തയ്യാറല്ലായിരുന്നു. അന്ന് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അക്ഷീണം പ്രയത്നിച്ച് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ആ ജോലി കിട്ടി. എല്ലാവരും ഇപ്പം അത്യാവശ്യം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഇതിന് ശേഷം ഈ എക്സാമിന് വേണ്ടിയിട്ട് മാത്സും സ്റ്റാറ്റും ഒക്കെ പഠിച്ച ആൾക്കാർ കുറച്ചുകൂടെ പഠനം കണ്ടിന്യൂ ചെയ്തപ്പോഴത്തേക്കിനും അവർക്ക് രണ്ടാമതൊന്ന് HSI കിട്ടിപ്പോയവരുണ്ട്. അപ്പൊ എങ്ങനെയായാലും ആ ഒരു ഗ്രൂപ്പിലുള്ള ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്ന ആ ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം ഇന്ന് സർക്കാർ സർവീസിലാണ്. എല്ലാവരും കയറി. കഴിഞ്ഞ ഒരു 2 വർഷം കൊണ്ട് എല്ലാവരും കയറി. അപ്പം ഇനി എങ്ങനെ പഠിക്കണം ഞാൻ വിശദമായിട്ട് പറയാം. പക്ഷേ ഞാൻ ഇതിനകത്തോട് വന്നതിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഞാൻ ഒരു പ്രൈവറ്റ് കോളേജിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു സിറ്റുവേഷൻ മോശമായപ്പോൾ എനിക്കൊരു ഗവൺമെന്റ് ജോലി വേണമെന്ന് ശക്തമായി ആഗ്രഹിച്ചു. എന്ന് വെച്ചാൽ ഇനി ഒന്നുകിൽ ജീവിക്കാല്ലേ മരിക്കുക, അല്ലേ, ഡൂ ഓർ ഡൈ. ഇനി എനിക്ക് 40ഓളം വയസ്സായി വരുന്നു, 39 വയസ്സൊക്കെ ആവുന്നു. ആ സമയത്ത് ഇനി എനിക്കൊരു എക്സാം ഇത് എഴുതി എടുത്തില്ലെങ്കിൽ ഇനി വേറൊരു ഓപ്ഷൻ ഇല്ലാന്ന് എനിക്ക് തോന്നിയ സമയത്ത് ഇനി എനിക്ക് മേളിൽ കീഴ് നോക്കാനില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ കണ്ണ് പൂട്ടി ഒരു പഠിത്തം പഠിച്ചു. ഇനി നമുക്ക് മുമ്പിൽ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അല്ലേ? അങ്ങനെ പോയി. പിന്നെ എന്റെ പ്രായം എനിക്കൊരു വലിയൊരു വിലങ്ങുതടിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു 20 വയസ്സോ 25 വയസ്സോ 30 വയസ്സോ ഉള്ള ഒരാളുടെ എഫക്റ്റ് അല്ല 40 വയസ്സുള്ള ഒരാള്. 25 വയസ്സുള്ള ഒരാൾ പഠിക്കുന്നതിന്റെ 4 ഇരട്ടി സമയം മെനക്കെട്ടാൽ മാത്രമേ 40 വയസ്സുള്ള ഒരാൾക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം അയാളുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഓർമ്മശക്തിയും ഇരുന്ന് എഴുതി പഠിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളും എല്ലാം മാറിയില്ലേ. വയസ്സായി 40 വയസ്സൊക്കെ ആകുമ്പോൾ പറഞ്ഞാൽ അവര് അല്ലേ. അപ്പം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഇതെനിക്ക് എഴുതിയെടുക്കാൻ പറ്റിയത്. സാർ അപ്പോ സാറ് പറഞ്ഞപ്പോ തന്നെ സാറൊന്ന് സൂചിപ്പിച്ചു, മെയിൻ ഇപ്പൊ നമുക്ക് എന്തായാലും ഇതിലെ സിലബസ് വളരെ ഓവർലാപ്ഡ് ആണ്. അപ്പോ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്ന കുറച്ച് സ്ട്രീമുകൾ, അതായത് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റ് മേജർ ആയിട്ടുള്ളവര്, കൊമേഴ്സ് വിത്ത് മാത്തമാറ്റിക്സ് ഒക്കെ അപ്ലൈ ചെയ്യാം. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയായിരിക്കും സാറ് പറഞ്ഞു. അല്ലാത്ത ടോപ്പിക്സ് നമ്മൾ എവിടെയെങ്കിലും ഒരു കോച്ചിങ് സെന്ററിൽ അല്ലെങ്കിൽ ഒരാളുടെ ഗൈഡൻസോട് കൂടെ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെ. അപ്പൊ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേര് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഏതൊരു എക്സാം ആയാലും സെൽഫ് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോ അതിനെപ്പറ്റി സാറിന് എന്താണ്, അതായത് ഈ ഒരു നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ കോച്ചിങ് സെന്റേഴ്സിന്റെ അല്ലെങ്കിൽ ഗൈഡൻസിന്റെ പ്രാധാന്യം എന്താണ്? അതിനെന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? എന്താണ് സാറിന്റെ അഭിപ്രായം അതിനെപ്പറ്റി? എന്തായിരിക്കും? എന്റെ അഭിപ്രായം, നമ്മൾ ഈ ഒരു എക്സാമിന് കോച്ചിങ്ങിന് പോയി തന്നെ പഠിക്കണം. കാരണം ഇപ്പം എനിക്ക് ജോലി കിട്ടിയേ വെക്കുന്നുള്ള ഒരാൾ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു ക്ലാസ്സിന് എവിടെയെങ്കിലും അത്യാവശ്യം കൊള്ളാവുന്ന നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്ലാസ്സിൽ പോകണം. അത് ഇന്നതെന്ന് പറയാനില്ല. അത്യാവശ്യം നന്നായിട്ട് പോകുന്നവർ കണ്ടെത്തി അവിടെ പോകുക എന്നുള്ളത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ക്ലാസ്സിന് പോകുന്നുണ്ട്. നമ്മളിപ്പം ഒരു ജോലി കിട്ടാനായിട്ട് എല്ലാവരുടെയും ഒപ്പം എത്തിയിട്ട് കാര്യമില്ല. അയാളെക്കാളും ഒരു പടി മുന്നിലെത്തിയാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടൂ. ഇനി ഒരു സത്യം ഞാൻ പറയാം. പിന്നെ കുറെ വർഷങ്ങളായിട്ട് ബൾക്കായിട്ട് സ്റ്റാറ്റിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിൽ ആളെ എടുക്കാതിരുന്ന് പരീക്ഷ നടത്തി. അങ്ങനെ 24 വേക്കൻസി ഞങ്ങൾ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പേ ഞങ്ങളുടെ പരീക്ഷയ്ക്ക് 24 വേക്കൻസി കൊല്ലം ജില്ലയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റില് 24 പേരെ ഒരുമിച്ച് അപ്പോയിന്റ് ചെയ്തതാണ്. അത്ര വേക്കൻസി ചിലപ്പം നിങ്ങൾ ഇനി വരുന്ന ആൾക്കാർ പരീക്ഷ എഴുതുമ്പോഴത്തേക്കിന് അത്രയും വേക്കൻസി ചിലപ്പം ഒരുമിച്ച് ഉണ്ടാവാൻ സാധ്യതയില്ല, അല്ലേ? ഇനിയിപ്പോ ചിലപ്പോൾ ഇങ്ങനെ 3 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കിന് അത്യാവശ്യം 10, 30 അല്ലെങ്കിൽ 50 പേരെയൊക്കെ ചിലപ്പം ജോലിയിൽ കയറിയേക്കാം. എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ടൊന്നും അറിയാൻ വയ്യ. എങ്കിലും ഞാൻ പറയാം, ഒറ്റയടിക്ക് ഇതുപോലൊരു ബൾക്കായിട്ട് നമുക്ക് കയറാൻ ചിലപ്പോൾ പറ്റി തരത്തില്ല. അപ്പം ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാർ ആദ്യം ജോലി കിട്ടിപ്പോകും. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പഠിച്ചാൽ ശരിയാകുമോ? ഇനി അത്രയും ബ്രില്യൻ്റ് ആയിട്ട് ഒരാളാണെങ്കിൽ ചിലപ്പോൾ സാധിക്കുമായിരിക്കും. പക്ഷേ എല്ലാവരും എന്നെ പോലെ ചിന്തിക്കുന്ന എൻ്റെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബുദ്ധിമുട്ടുകളും പിന്നെ ഞാൻ മാത്സാണ് പഠിച്ചത്. അപ്പൊ എനിക്ക് മാത്സും അറിയാം, സ്റ്റാറ്റിസ്റ്റിക്സും ഞാൻ വിചാരിച്ചാൽ ഒറ്റയ്ക്ക് ഇരുന്നാലും ഞാൻ പഠിച്ചെടുക്കും. പക്ഷേ കൊമേഴ്സിന് ഞാൻ ഇവിടെ പോകും, എക്കണോമിക്സ് ഞാൻ എങ്ങനെ പഠിക്കും? അപ്പൊ അതിന് നമ്മൾ ഈ മേഖലയിൽ പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉള്ള
PSC പഠിപ്പിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ശിഷ്യത്വം നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ പിന്നെ ഇല്ല പറയുന്നത് എന്താ പറയുക, ഭയങ്കരമായ ഒരു ജോലിയെ അവർ ചിലപ്പം സിമ്പിൾ ആക്കി നമ്മുടെ കയ്യിലോട്ട് തരും. നമുക്ക് അത്രയും ആശ്വാസമാവും. ഇപ്പൊ ഒരു മല ചുമക്കുന്ന പോലൊരു സാധനം നമുക്കൊരു നെല്ലിക്ക എടുത്തോണ്ട് പോകുന്ന പോലെ നമുക്ക് പോയി പുഷ്പം പോലെ നമുക്ക് ആ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ എത്ര ചിലപ്പോൾ പറ്റത്തില്ല എന്നല്ല, കൊമേഴ്സ് ചിലപ്പോൾ നമ്മൾ വായിച്ച് പഠിച്ചാൽ മനസ്സിലാക്കാവുന്ന സാധനങ്ങളായിരിക്കും. കാരണം എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരല്ലേ. അപ്പം കൊമേഴ്സ് ആയാലും ഒരു സൈഡിൽ നിന്ന് ഇരുന്ന് വായിച്ച് അങ്ങനെ ബേസ് മുതലേ വായിച്ച് പിന്നെ ഉണ്ടാക്കി നമ്മുടെ അറിവുണ്ടാക്കി എടുക്കുന്നതിനേക്കാൾ എത്രയോ 10 ഇരട്ടി 100 ഇരട്ടി എളുപ്പം പിന്നെ സിമ്പിൾ ആയിട്ട് ഒരാൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും, അറിയാവുന്ന ഒരാളല്ലേ. അപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, അതായത് എനിക്കിത് കിട്ടിയേ ഒക്കൂ, വേറെ നിവൃത്തിയില്ലെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ഗൈഡൻസ് തീർച്ചയായിട്ടും സ്വീകരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. സാർ അതുപോലെ സാറ് പറഞ്ഞു സിലബസ് ഭയങ്കര ബൾക്കിയാണ്. സിലബസ് ഇപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ഇനി കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ അതിനെ പറ്റി നല്ലൊരു ഐഡിയ കിട്ടുള്ളൂ. ടെന്റേറ്റീവ് സിലബസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് അത്യാവശ്യം ബൾക്കിയാണ്. കുറെ ഭാഗങ്ങൾ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സാറ് പറഞ്ഞു ചില ഗൈഡുകളൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ഗൈഡുകളൊക്കെ കാണുമ്പോഴേ നമ്മൾ ഭയപ്പെട്ടു പോകും എന്നും സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ ഇപ്പോൾ നോട്ട് മേക്കിംഗ് അല്ലെങ്കിൽ മൈൻഡ് മാപ്പിംഗ് പോലുള്ള ചെറിയ ചെറിയ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് ഒരു പക്ഷേ ഇതെല്ലാം നമുക്ക് കുറച്ചുകൂടി നമ്മുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടി ഈസി ചെയ്യാം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോ അതിനെപ്പറ്റി നോട്ട് മേക്കിംഗ് അങ്ങനെയുള്ള ചെറിയ ടെക്നിക്സിനെ പറ്റി സാറിന്റെ അഭിപ്രായം എന്തായാലും? ശരി, അപ്പൊ ഞാൻ ചെയ്തത് കാര്യം ഞാനങ്ങ് പറയാം. അതായത് ഇതിന് കൃത്യമായി ഞാൻ പറഞ്ഞല്ലേ, ഇതിനപ്പുറം പുതിയൊരു പുസ്തകം ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്റെ ഒരു അറിവിൽ. ഇതുവരെ സ്റ്റാറ്റിക്കൽ അസിസ്റ്റന്റും വേറൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം ഇതുവരെ ഇറങ്ങിയതായിട്ട് എനിക്ക് അറിവില്ല. ഇത് നിങ്ങൾക്ക് വാങ്ങിച്ചു വെക്കാം. ഈ പുസ്തകം ഫോക്കസ് അക്കാഡമിയുടെ ഈ ഒരു പുസ്തകം നമുക്ക് വാങ്ങിച്ചു വെക്കാവുന്നതേ ഉള്ളൂ, നല്ല പുസ്തകം. പക്ഷേ ബാക്കി സബ്ജക്റ്റ് ഒക്കെ നമുക്ക് എവിടെ പോകും? അപ്പൊ നമ്മൾ ഇതുപോലെ ക്ലാസ്സുകൾ കാണുക. ഞാൻ ചെയ്തത് ഞാൻ പറയാം. ഇപ്പൊ മാത്സും സ്റ്റാറ്റും ഒക്കെ ആണെങ്കിൽ നമ്മുടെ ക്ലാസ് കേട്ട് നമുക്ക് നോട്ട് എഴുതി ചെയ്ത് പഠിച്ച് പ്രോബ്ലം മാക്സിമം ചെയ്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഡെയിലി ഒരു 5 ക്വസ്റ്റ്യൻ വെച്ചെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്ത് തന്നെ പോകണം തുടക്കത്തില്. അങ്ങനെ കുറച്ചാൾ കഴിയുമ്പോൾ ഇനി എക്കണോമിക്സും കൊമേഴ്സും പഠിക്കാത്ത ഒരാളാണെങ്കിൽ അയാൾ എന്തോ ചെയ്യേണ്ടത്? ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ 4 സബ്ജക്ട് GK ഞാൻ വലുതായിട്ട് നോക്കിയില്ല. അത്യാവശ്യം നമ്മൾ മറ്റേ PSC ഒക്കെ പഠിച്ചു വെച്ചേക്കുന്നതൊക്കെ കുറെയൊക്കെ നോക്കിക്കൊണ്ട് പോയെന്നല്ലാതെ കൂടുതൽ ഒരു പ്രാധാന്യം ഞാൻ GK കൊടുത്തില്ല. പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ചെയ്തത് കൊണ്ട് ഞാൻ പറയുമോ, ചിലപ്പോൾ എന്നെക്കാളും കുറച്ചുകൂടി GK ഒക്കെ പഠിച്ച ഒരാളായിരിക്കും 1ാം റാങ്ക് കിട്ടിപ്പോയത്. അയാൾക്ക് ആ GKയുടെ മാർക്കും കൂടെ കിട്ടി കാണാം. അപ്പൊ ഞാൻ നമ്മൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നോട്ട് എഴുതും. അവർ ചിലപ്പോൾ നമുക്ക് നോട്ട് അയച്ചു തരും. നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് നോട്ട് അയച്ചു തരും. ആ നോട്ട് നമ്മുടെ കൈയക്ഷരത്തിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് പോരാത്തതുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ട് സ്റ്റെപ്പുകളൊക്കെ പിന്നെ ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതുക. പിന്നെ കൊമേഴ്സും എക്കണോമിക്സും ഒക്കെ പഠിക്കുന്ന സമയത്ത് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ലൈവ് സബ്ജക്റ്റാണ്. എന്ന് പറഞ്ഞാൽ മാത്സ് ഇപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിച്ച ഉണ്ടായ ഡിഫറൻസിയേഷനായി ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കൊമേഴ്സ് എക്കണോമിക്സ് അതല്ല. ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഇപ്പൊ പഠിക്കുന്നത്. ഡീഫ്ലേഷൻ, ഇൻഫ്ലേഷൻ, ഇതെല്ലാം എപ്പോഴും ലൈവാണ്. അപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ച ക്ലാസ്സിനോടൊപ്പം തന്നെ 1-2 അഡീഷണൽ പോയിന്റ്സ് കൂടെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ നമ്മളൊരു സബ്ജക്റ്റ് അങ്ങോട്ട് പഠിച്ച് ക്ലാസ് അങ്ങോട്ട് കഴിയുമ്പോൾ നോട്ട് എഴുതി തീർന്നു കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ അതിനകത്ത് ഓരോ വാക്കുകൾ ഇങ്ങനെ വരും. ഓരോ വാക്കുകൾ ഇങ്ങനെ ഫിസിക്കൽ ഡെഫിസിറ്റ്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ എക്കണോമിക്സിനകത്തൊക്കെ വരും. അത് നമ്മൾ എന്തുവാ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് നെറ്റിന് എന്താ പറയാനുള്ളത്, എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുമല്ലോ. ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അപ്പൊ അതുകൂടെ നമ്മൾ എടുത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞേക്കുന്നത് നമ്മളെ പഠിപ്പിച്ചു തന്നെയാണ് വന്നേക്കുന്നത്. അതെ. അപ്പൊ അതിനകത്ത് അഡീഷണൽ എന്തെങ്കിലും ഇപ്പോഴത്തെ പ്രസന്റ് വാല്യൂ എല്ലാം അതിനകത്ത് തന്നിട്ടുണ്ടോ? അങ്ങനെയൊക്കെ നോക്കി അഡീഷണൽ ആയിട്ട് ആ പോയിന്റ്സും കൂടെ എഴുതി വെച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു നോട്ട് നമ്മൾ മെയിൻ ആയിട്ട് കീപ്പ് ചെയ്യും. അതിനുശേഷം ഞാൻ ചെയ്ത് ഒരു ഷോർട്ട് നോട്ട്, ചെറിയൊരു ബുക്ക്, സാധാ നമ്മുടെ നോട്ട് ബുക്ക് ഉണ്ടല്ലോ, നോട്ട് ബുക്ക് A4 സൈസ് ഉള്ളതല്ല, അതിൽ ചെറിയൊരു നോട്ട് ബുക്ക് എടുത്ത് ഒരു ഷോർട്ട് നോട്ട് ഞാൻ ഉണ്ടാക്കി വെക്കും. അതിനും ശേഷം ഞാൻ പിന്നെ എപ്പോഴും കൈ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാ ഒരു നോട്ട് ബുക്കിനെ ഞാൻ ഇതുപോലെ നടുക്കൂടെ കീറിയിട്ട് കീറുമ്പോൾ ഒരെണ്ണം ഇങ്ങനെ നോക്കാൻ പറ്റുന്നത്, ഈ രീതിയിൽ നോക്കാൻ പറ്റുന്ന ഓർമ്മ വരുമല്ലോ. അപ്പം നോട്ട് ബുക്കിനെ ഇങ്ങനെ നമ്മൾ നീണ്ടിരിക്കുന്ന നോട്ട് ബുക്ക് ഇവിടെ ആയിരിക്കുമല്ലോ അതിന്റെ ഒരു പിൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോൾ ഒരു പീസ് ഇങ്ങനെ നോക്കുന്ന ഒരു പീസും കിട്ടും, മറ്റൊരു പീസ് എന്തോ ഇങ്ങനെ നീട്ടി നോക്കാൻ പറ്റുന്നത് കിട്ടും. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആമ്പിളാരൊക്കെ ആണെങ്കിൽ ഇപ്പൊ എവിടെയെങ്കിലും ചെറിയ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ പോയിന്റ് മാത്രം എഴുതുക, വാക്കുകൾ മാത്രം. ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ചതിനകത്തുള്ള നമ്മൾ ഓർക്കേണ്ട ടോപ്പിക്കേണ്ട വാക്കുകൾ മാത്രം. ഇൻഫ്ലേഷൻ, ഡീഫ്ലേഷൻ,
പിന്നെ റീഫ്ലേഷൻ, അതുപോലെ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ്, ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി, ഇങ്ങനെയുള്ള വാക്കുകൾ മാത്രം എഴുതി വയ്ക്കും. എന്നിട്ട് ഇത് ഞാൻ പാന്റിന്റെ പോക്കറ്റ് എവിടെ പോയാലും ഇത് പാന്റിന്റെ പോക്കറ്റ് ഇട്ടേക്കും. അപ്പൊ എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടിയാൽ ചുമ്മാ എടുത്താണ് ഇങ്ങനെ ഒന്ന് മറിച്ച് നോക്കുക. ഫിസിക്കൽ ഡെഫിസിറ്റ്, എനിക്ക് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ ആ ഫസ്റ്റ് നോട്ടിനകത്ത് എഴുതി അത്രയും കാര്യം എന്റെ മനസ്സിൽ എനിക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇന്ന് എക്സാമിന് ചോദിച്ചാൽ ഞാൻ എഴുതുമല്ലോ, അല്ലേ? അക്കാര്യം മൊത്തം നമുക്കറിയാം. പക്ഷേ ഇതിനകത്ത് ഒരു വാക്കും കൊണ്ട് നോക്കുമ്പോൾ അതിനെപ്പറ്റി എല്ലാം നമുക്ക് ഓർക്കുന്നില്ലെങ്കിൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യണം? ഇതിന് തൊട്ട് പുറകിൽ ഒരു ഷോർട്ട് നോട്ട് ചെയ്ത ഒരു ബുക്കുണ്ട്, അതെടുത്തൊന്ന് വായിച്ചു നോക്കുമ്പോൾ മൊത്തം ഓർമ്മ വരുന്നോന്ന് നോക്കണം. ഇനി അതും പറ്റിയില്ലെങ്കിൽ പോയി വീണ്ടും നമ്മൾ പഴയത് പോയി നോക്കണം. അപ്പൊ ഇങ്ങനെ ചെയ്താൽ ഞാൻ കുറച്ച് സമയം ലാഭിച്ചിട്ടുണ്ട്. എന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നോട്ട് എഴുതി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി ഒരു സമയം ഇച്ചിരി വേണ്ടി വരും. പക്ഷേ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും എടുത്ത വലിയ നോട്ട് മൊത്തവും ഇങ്ങനെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് അറിയാത്തത് മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് കണ്ടുപിടിച്ച് പഠിക്കാൻ പറ്റും. അതായത് ഒരാൾ നമ്മളോട് അടുത്ത് വന്നിരുന്ന് ഇതെന്തുവാടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്തുവാടെ എന്നിങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഫക്റ്റ് ആണ് ഈ ബുക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ അടുത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാതെ നമ്മളോട് ചോദ്യം ചോദിക്കുന്ന ഒരു ബുക്കാ ഒരു 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 ഒരാളായിട്ട് നമ്മൾ ഇതിനെ കണക്കാക്കണം. ഞാൻ അന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനൊരു അടുത്തുള്ള ഒരു ചെറിയൊരു പോളിടെക്നിക് കോളേജിൽ ഞാൻ നമ്മുടെ നിത്യജീവിതത്തിന്റെ വർക്ക് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇത് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ ഈ പോക്കറ്റിൽ ഇത് കാണും. അന്നേരം ഞാൻ എടുക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റർവ്യൂ സമയത്തും ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് വലിയ നോട്ട്ബുക്ക് എടുത്ത് വെച്ച് പഠിക്കാനുള്ള സാഹചര്യം ചിലപ്പോൾ കിട്ടത്തില്ല. ചിലപ്പോൾ എക്സാം ഹാളിൽ നിൽക്കുമ്പോഴാണെങ്കിലോ പിള്ളേർ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് ഒരു വാക്ക് നമ്മൾ നോക്കുന്നുണ്ട്, അവർക്കൊന്നും വരാനില്ലല്ലോ. അങ്ങനെ എല്ലാ സമയവും ഊണിലും ഉറക്കത്തിലും നമ്മൾ ഇതേന്ന് പറഞ്ഞ് അങ്ങ് പഠിച്ചാൽ 100% കിട്ടും. അപ്പൊ നോട്ട് മേക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത്. നമ്മൾ കൃത്യമായിട്ട് നോട്ട് ഉണ്ടാക്കണം. ആ നോട്ട് നമ്മളെ എക്സാമിന് അത്രയ്ക്കും ഭയങ്കരമായിട്ട് സഹായിക്കും. ഭയങ്കര ഒരു ആത്മവിശ്വാസമായിരിക്കും നമുക്ക് അന്നേരം ഉണ്ടാകുന്നത്. ആത്മവിശ്വാസം അതിഭയങ്കരമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് വെച്ചിട്ട് നമുക്കല്ല പിന്നെ ആർക്കാ ജോലി കിട്ടുന്നത്. അപ്പൊ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്താലും അതിന്റെ ഒരുപാട് സമയം നമ്മുടെ റിവിഷൻ ടൈമിൽ അത് നമുക്ക് സേവ് ചെയ്യാനും പറ്റും. അതോടൊപ്പം ഈ വർക്ക് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായും. ഓക്കെ സാർ, അപ്പൊ അതുപോലെ തന്നെ നമ്മള് സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടായില്ല. സിലബസ് എല്ലാം കംപ്ലീറ്റ് ആയി, എനിക്ക് അതിൽ ഒരു ഡൗട്ടും ഇല്ല, എനിക്ക് കൺസെപ്റ്റ് ക്ലാരിറ്റി ഭയങ്കരമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ആയില്ല. തീർച്ചയായിട്ടും നമ്മൾ ഒരു പടി സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു എക്സാമിന് നമ്മൾ മറ്റുള്ള പ്രിപ്പയർ ചെയ്യുന്നവരിൽ നിന്ന് ഒരുപാട് മുന്നിലേക്ക് നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ടൈമിനനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യാനും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഈ മോഡൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ എഴുതുക. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടായില്ല, അപ്പൊ മോക്ക് ടെസ്റ്റുകൾ എഴുതുമ്പോഴത്തേക്ക് ടൈം മാനേജ്മെന്റോട് കൂടിയ ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് എന്റെ ഒരു ഇത്. അപ്പോ സാറിന് അതിനെപ്പറ്റി എന്താണ്, എത്രത്തോളമാണ് ഈ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നത്, ഈ മോക്ക് ടെസ്റ്റുകളും എല്ലാം നമ്മളെ നല്ലൊരു റാങ്കിൽ എത്തിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു? അതെ, തീർച്ചയായിട്ടും. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അപ്പം അവിടെ എല്ലാ ദിവസവും ഒരു 20 മാർക്കിന്റെ ചോദ്യം വെച്ച് സാർ ഇടുമായിരുന്നു. ഒരുപാട് എക്സാം ഞങ്ങൾ എഴുതി, ഒരുപാട് എക്സാമിന് കണക്കില്ലാത്ത പോലെ എക്സാം നമ്മൾ എഴുതി. എക്സാം എഴുതി അന്നേരം തന്നെ സാറിന് മാർക്ക് ഇട്ട് കൊടുക്കും. സാറ് അത് അപ്ഡേറ്റ് ചെയ്യും. സാറ് അടുത്ത ദിവസം അല്ലെങ്കിൽ അന്നേരം തന്നെ എൻ്റെ കീയും സാറ് പബ്ലിഷ് ചെയ്യും. അങ്ങനെ നമ്മൾ അന്നേരം തന്നെ അപ്ഡേറ്റ് ആയി ഇങ്ങനെ ഡെയിലി പൊക്കോണ്ടിരിക്കുക. എക്സാം ഒന്നും എഴുതിയതിന് ഒരു കണക്കുമില്ല. ഇതുകൂടാതെ നമ്മൾ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവുള്ളതുകൊണ്ട് ഞാൻ പിന്നെ നെറ്റിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്കണോമിക്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആ ഒരു പർട്ടിക്കുലർ വാക്ക് അടിച്ചു കൊടുത്താൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെ ഇഷ്ടം പോലെ കിട്ടും. അതെല്ലാം നമ്മൾ ചെയ്യുക. അതിനകത്തൊക്കെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, എക്സാമിന് നമുക്ക് കിട്ടി. അപ്പം എല്ലാം നമുക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട്. അപ്പൊ എക്സാം തീർച്ചയായിട്ടും വേണം. എക്സാം എഴുതി തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ സ്റ്റാറ്റിന്റെ ഒരു ബുക്കാണ് വേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ പ്രോഗ്രാംഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ബുക്ക്. ഇത് ചെറിയൊരു ബുക്കാണ്, വലിയ കനമൊന്നുമില്ല. ഇത് മൊത്തം നമ്മളങ്ങ് പഠിക്കാനൊന്നും വേണ്ട. നമുക്ക് ഇതിനകത്ത് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഇത് സ്റ്റാറ്റിക്കൽ അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകമല്ല, ഞാൻ ഇപ്പോഴേ പറയാം. ഇത് ഓൾ ഇന്ത്യ ലെവലിൽ നമ്മുടെ എന്താ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ് എന്നൊക്കെ പറയുന്ന ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ് എന്നൊക്കെ പറഞ്ഞ പുസ്തകം ഉണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉള്ള സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുസ്തകമാണ്. ഇതിനകത്ത് എല്ലാ ടോപ്പിക്കും ഉണ്ട്, പക്ഷെ ഒരുപാട് ടോപ്പിക് ഇതിനകത്തുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുക. അതിനകത്ത് കീ പോയിന്റ്സ് ആയിട്ട് സാധാ PSC വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന പോലെ നമ്പർ ഇട്ട് ഇതുപോലെ നമ്പർ ഇട്ട് ഇതിനകത്ത് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. വായിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതങ്ങോട്ട് തീരുമ്പം ആ ചാപ്റ്ററിന്റെ ഒരു 10-200 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്. സമയബന്ധിതമായിട്ട് നമ്മൾ ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ചേരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ
ഓരോ ദിവസം ക്വസ്റ്റ്യൻ ഇടുന്നത് ഞങ്ങളിൽ ഓരോ ആൾ തന്നെ ആയിരുന്നു. അപ്പം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കിട്ടി അത് പിന്നെ സമയബന്ധിതമായിട്ട് ആൻസർ ചെയ്യുന്നതിന്റെ 10 ഇരട്ടി എഫക്റ്റ് വേണം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യണമെങ്കിൽ. നമ്മൾ എന്തെല്ലാം വായിക്കണം, നമ്മൾ കുറെ ആ ഒരു ടോപ്പിക് മൊത്തം നമ്മൾ കവർ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഓരോ ടോപ്പിക്കിന് ഒരു ചോദ്യം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ചോദ്യം അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം ഓരോ ടോപ്പിക്കിൽ നിന്ന് മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്തും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനപ്പുറം ഇനി ഒന്നും വരാനില്ലല്ലോ. ഇപ്പോൾ ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ, അല്ലെങ്കിൽ മീൻ മീഡിയൻ മോഡ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചോദ്യം, കുറച്ച് ചോദ്യം നമ്മളിപ്പോൾ ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് എത്ര ചോദ്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ആ ചോദ്യങ്ങളെല്ലാം നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് നോക്കുക. നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ വേറെ ഇഷ്ടംപോലെ കാണും. വേണ്ട, നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക. അപ്പൊ കുറെ ചോദ്യങ്ങൾ നമ്മളെ തന്നെ വരും. അപ്പോൾ ഞാൻ നോക്കിയത്, ഒരു ടോപ്പിക്ക് നമ്മുടെ കയ്യിലോട്ട് കിട്ടിക്കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് എത്ര ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അതിനകത്ത് നമുക്ക് എത്ര ചോദ്യം ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് പല രീതിയിൽ കൺഫ്യൂസിംഗ് ആയിട്ടൊക്കെ നമ്മൾ ചിന്തിക്കണം. അങ്ങനെ കുറെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, ഒരു ടോപ്പിക് ഇങ്ങനെ സാറിനോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഇങ്ങനെ ചോദ്യം വരാം, ഇതിനകത്ത് ഇങ്ങനെ ചോദ്യം വരാം എന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ കുറച്ച് ആ ഒരു ഇതിലോട്ട് നമ്മുടെ ഒരു മെന്റാലിറ്റി മാറി കഴിയുമ്പോഴത്തേക്കും, അപ്പം ചോദ്യങ്ങൾ നമുക്ക് എന്തായാലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ എക്സാമിൽ വരാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും മാക്സിമം ആ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിനകത്ത് നിന്ന് മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുക, സമയബന്ധിതമായിട്ട് ചെയ്യുക. ഒരുപാട് സമയം എടുക്കുന്നത് കളയുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം 54, 55, 56 മാർക്ക് പോട്ടെ, 60 താഴെ 55 മാർക്ക് കണ്ട് അതിൽ താഴെയാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളും കിട്ടിയോളൂ. നമ്മളെത്തില്ല 100 മാർക്ക് പഠിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഒരു 10 മാർക്ക് നമുക്ക് പോട്ടെ. അപ്പം ഒരുപാട് തെറ്റൊന്നുള്ളത് ഉറപ്പുള്ളത് നമ്മൾ എഴുതാതിരിക്കുക. ഓക്കെ. അപ്പം ഇപ്പൊ ചോദിച്ച കാര്യം, ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കണ്ട് അറിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് തന്നെ പോകണം. അല്ലെങ്കിൽ എക്സാമിൽ അവിടെ ചെന്നിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളുണ്ടാവും. എല്ലാ ഓപ്ഷനും കണ്ട ഒരു കണക്കിരിക്കും. അതൊക്കെ അങ്ങനെ കൂടെ ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് ആകെ കിളി പോകുന്ന സമയം 1.5 മണിക്കൂർ സമയത്ത്, ആ 1.5 മണിക്കൂർ സമയത്ത് നമ്മൾ ജീവിതത്തിൽ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും അന്നേരം അവിടെ നിന്ന് ചിന്തിച്ച് ഓരോ തെറ്റുത്തരം നമ്മൾ എഴുതി വെക്കും. അത് അപ്പൊ ഒരേ സമയം നമ്മളൊരു കാൻഡിഡേറ്റ് ആയിട്ടും അതേസമയം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആളായിട്ടും കൂടെ തിങ്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അല്ലേ? അറിയാം, തീർച്ചയായിട്ടും. എന്റെ അനുഭവം. ഓക്കെ സാർ. സാർ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് മുൻ വർഷങ്ങളിലെ എക്സാമിന്റെ കാര്യങ്ങളും സാറിന്റെ സ്ട്രാറ്റജിയും എല്ലാമാണ്. അപ്പോൾ ഇനി ഈ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഈ ഒരു എക്സാം അപ്രോച്ച് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കൻസിനോട് സാറിന് എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കാനുള്ളത്? അതെ, അതായത് ഈ എക്സാമിന് ശേഷം, അതായത് ഞാൻ പറഞ്ഞല്ലോ, സിലബസ് അടിക്കടി മാറിക്കൊണ്ടിരിക്കുക. അപ്പം 2017 വരെയുള്ള പരീക്ഷയുടെ സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സിമ്പിൾ ആയിരുന്നു. അത്യാവശ്യം പഠിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കുറച്ച് മെനക്കെട്ടാൻ നമുക്ക് പരീക്ഷ എഴുതി എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞങ്ങൾ എഴുതിയ ആ ഒരു പരീക്ഷ അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു, അത്യാവശ്യം കട്ടിയായിരുന്നു. ആ രീതിയിൽ കഷ്ടപ്പെട്ടു ഉള്ളവർക്കെല്ലാം ജോലി കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ അതിനുശേഷം ഒരു ഈ ഇടയ്ക്ക് ഞാൻ മറ്റൊരു പരീക്ഷ എഴുതി, റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കുള്ള ഒരു ഏതായിരുന്നു പ്ലാനിംഗ് ബോർഡിന്റെ ഒരു പരീക്ഷ എഴുതി. സിലബസ് തന്നെ നമ്മൾ നമുക്ക് ഒരാൾക്കും പഠിച്ചെടുക്കാൻ പറ്റാത്ത അത്ര വാസ്റ്റ് ആയിട്ടുള്ള സിലബസ്. അതായത് നമ്മുടെ പോസ്റ്റിൽ സ്റ്റാറ്റിക്കൽ അസിസ്റ്റന്റ് ഓഫീസിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ, അതായത് സ്റ്റാറ്റിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാൾ ഇത് കഴിഞ്ഞ് സ്റ്റാറ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 1 ആകും. അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ ഇരിക്കുന്ന ഒരാള് എന്താ പറയുന്നത്, റിസർച്ച് അസിസ്റ്റന്റ് ആവും. അപ്പം കണ്ടോ, ഒരു 8-7 ഏകദേശം ഒരു 15 വർഷം കഴിഞ്ഞ് നമ്മൾ എത്തുന്ന ഒരു പോസ്റ്റിന്റെ ഒരു പ്രൊമോഷൻ ആയിട്ട് വരേണ്ട ഒരു പോസ്റ്റാണ് ഈ എന്ന റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അതിന് ഈക്വൽ ആയിട്ടുള്ള പോസ്റ്റ്, അതും പ്ലാനിംഗ് ബോർഡിൽ. അപ്പൊ ഞാൻ വിചാരിച്ചു അത് കുറച്ചും കൂടി നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അപ്ലൈ ചെയ്ത് പഠിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ കാര്യമായ പഠനമൊന്നും എനിക്ക് പറ്റിയില്ല. സിലബസ് തന്നെ അത്രയ്ക്കും വാസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇതിന് മുമ്പുള്ള സിലബസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എന്ന് വെച്ചാൽ ഇതിന് മുമ്പുള്ള സിലബസിനകത്ത് ഇതിന്റെ അംശം പോലും ഇല്ല. അപ്പൊ ഞങ്ങൾ ആ സിലബസ് ഒക്കെ എടുത്തു വെച്ച് ഏകദേശമൊക്കെ പഠിച്ചു വന്നപ്പോൾ കാണാം, അവസാന നിമിഷത്തിൽ വന്ന സിലബസ് കണ്ടപ്പോൾ നമ്മള് ഇനി ഇത് പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ മെന്റാലിറ്റി ഒക്കെ ആയിപ്പോയി. പിന്നെ പഠിച്ചതുമില്ല. പിന്നെ ജോലി ഇല്ലാതെ നമ്മൾ ജോലി കയറിയത് കൊണ്ട് പിന്നെ ആ ജോലിയുടെ ഒരു റെസ്പോൺസിബിലിറ്റീസും കൂടെ ഒക്കെ ആയി നമുക്കെല്ലാം കൃത്യമായിട്ട് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് അതിന് വേണ്ടിയുള്ള ഒരു സമയം നമുക്ക് കിട്ടിയതുമില്ല. പിന്നെ ആ എക്സാം ഒരു ഫ്ലോപ്പ് ആയി പോയി. അപ്പൊ ഈ സിലബസിന്റെ ഇങ്ങനെ മാറ്റം കണ്ടോണ്ട് എനിക്കിപ്പോ തോന്നുന്നത്, ഇനിയിപ്പോ അടുത്ത് വരാൻ പോകുന്നത്, നിങ്ങൾ ഇപ്പൊ ഈ കഴിഞ്ഞ ലിസ്റ്റിൽ കയറിയ ആൾക്കാർ എഴുതിയ, ഞാനൊക്കെ ഉൾപ്പെടുന്ന ആൾക്കാർ എഴുതിയ സിലബസിന്റെ കാര്യം സ്വല്പം കൂടെ കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കണം. എക്കണോമിക്സിനകത്തും കൊമേഴ്സിനകത്തും ഒക്കെ ആയിരിക്കും അത് ഇച്ചിരി കൂടുതൽ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ. അപ്പം അതൊന്ന് മനസ്സിലാക്കി
പിന്നെ എക്കണോമിക്സും കൊമേഴ്സും നിങ്ങൾ കൃത്യമായിട്ട് ഈ ഇപ്പം മാത്സോ സ്റ്റാറ്റിക്സോ അറിയാവുന്ന ഒരാളെ എക്കണോമിക്സും കൊമേഴ്സും കൂടെ കുറച്ച് അത്യാവശ്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് തരുന്നു 100% നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പൊ നമ്മൾ അത് പിന്നെ കൃത്യമായിട്ട് നമുക്ക് നേർവഴിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോയിൻ ചെയ്യുക. ഒരു നാണക്കേട് വിചാരിക്കരുത്, ജോയിൻ ചെയ്യണം. എനിക്കെല്ലാം അറിയാമെന്ന് വിചാരിച്ച് മാറിയിരിക്കരുത്. നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം കൂടെ പഠിച്ചെടുത്ത് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പം സിലബസ് കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ 4 സബ്ജക്റ്റ് ഉണ്ട്. ഏതൊക്കെയാ? മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ്. എന്റെ കൂടെ കുറച്ച് 20 മാർക്കിന്റെ GK ഉണ്ട്. ആ GKക്കകത്ത് നിങ്ങളൊന്ന് ഓർത്താൽ ഡിഗ്രി ലെവലിൽ പഠിക്കാനുള്ള ഫുൾ സിലബസ് ഉണ്ട്. ഒരു ഡിഗ്രി ലെവലിൽ പഠിക്കാനുള്ള ഫുൾ സിലബസ് ഈ 20 മാർക്കിന്റെ GK ആയിട്ടിട്ടുണ്ട്. മനസ്സിലായോ? അതുകൂടാതെ ബാക്കി ഇത്രയും 4 സബ്ജക്റ്റും ഉണ്ട്. അപ്പം ഇപ്പൊ കുറച്ചുകൂടി ഈസി ആണ് എനിക്ക്. കാരണം ഇപ്പൊ GKയുടെ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. GK ഒരുപക്ഷെ ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ് ഈ ഒരു വർഷം. അപ്പൊ അത് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആണ്. അത് GK ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയാൻ വയ്യ. കാരണം നമ്മൾ ഈ പരീക്ഷ എഴുതിയതിനു ശേഷം പിന്നെ അധികം ഇതിന്റെ പുറകെ അങ്ങോട്ട് പോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലുതായിട്ട് അറിയാൻ വയ്യ. എന്നാലും ഞാൻ GK അധികം പഠിച്ചില്ല. അറിയാവുന്ന എന്തെങ്കിലും 1-2 ഒക്കെ എഴുതി രക്ഷപ്പെട്ട ആളാ. പക്ഷെ ഈ 4 സബ്ജക്റ്റ് ഞാൻ ആത്മാർത്ഥമായിട്ട് പഠിച്ചായിരുന്നു കേട്ടോ. മാത്സ്, സ്റ്റാറ്റ്, എക്കണോമിക്സ്, കൊമേഴ്സ്. ഇത് 4 നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് ജോലി ഉറപ്പായിട്ട് കിട്ടും. ഓക്കെ സാർ, താങ്ക് യു. അപ്പോ താങ്ക് യു സോ മച്ച് സാർ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് ഇനി അതിൽ മറ്റൊരു സംശയം വരാൻ ലൂപ്പ് ഹോൾ ഇല്ലാത്ത രീതിയിൽ അത്രയും പ്രിസൈസ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് സാർ തന്നത്. സോ താങ്ക് യു സോ മച്ച് സാർ. അപ്പോ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് PSCയുടെ കൂടെ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.